കോഴിക്കോട് KSRTC ബസ്സിൽ യുവതിക്ക് നേർക്ക് ലൈംഗികാതിക്രമം. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിലാണ് സംഭവം. തൊട്ടടുത്ത സീറ്റിലിരുന്ന യുവതിക്ക് നേർക്ക് ലൈംഗികാതിക്രമം നടത്തിയ ഇടുക്കി തൊടുപുഴ പുത്തൻപുരയ്ക്കൽ ഫൈസലിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, എന്താണ് സംഭവം? ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ബംഗളൂരുവിൽ ജോലി ചെയ്യുകയായിരുന്ന കുന്നമംഗലം സ്വദേശിനിയായ 21-കാരിയാണ് പരാതിക്കാരി. ഇവരോടൊപ്പം ബംഗളൂരുവിൽ നിന്ന് തന്നെ കയറിയായിരുന്നു പുത്തൻപുരക്കൽ ഫൈസൽ എന്ന് പറയുന്നയാൾ. ഇയാൾ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചു, സ്വകാര്യ ഭാഗത്തടക്കം സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് താമരശ്ശേരി എത്തിയപ്പോൾ പെൺകുട്ടി ബസ് കണ്ടക്ടറോട് പരാതി പറയുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് പിന്നീട് ബസ് കണ്ടക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. ശരി, ബസ് കണ്ടക്ടർ അപ്പോൾ തന്നെ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. സാധാരണഗതിയിൽ ബസ്സിൽ നിന്നും സാധാരണ ഈ ബസ്സിൽ കണ്ടക്ടർ അടക്കം ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പിന്തുണ നൽകുന്നില്ല എന്ന വിഷയം ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ മുമ്പ് പല കേസുകളിലും റിപ്പോർട്ട് ചെയ്തതുമാണ്. ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലേ? ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത്. അത് ഏറ്റവും മാതൃകാപരം കൂടിയാണ്. കാരണം ഒരു അതിക്രമം സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുമ്പോൾ സാധാരണ ബസ് കണ്ടക്ടർമാരോ അല്ലെങ്കിൽ ബസ് ജീവനക്കാരോ ഒക്കെ പലപ്പോഴായി പറഞ്ഞതായി പരാതി വരാറുണ്ട്. അതായത് ഇത് കുഴപ്പമില്ല, അത് പരിഹരിക്കാവുന്നതാണ് എന്നൊക്കെ പറയാറുള്ളതായി പരാതി വരാറുണ്ട്. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. യുവതി പരാതി പറയുമ്പോഴേക്ക് തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അതിനുശേഷം പോലീസിൽ പരാതി നൽകാനടക്കം യുവതിയെ സഹായിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി. ശരി, KSRTCയിൽ നിന്നും മാതൃകാപരമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.